നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തട്ടിപ്പിന്റെ പുതിയ മുഖം തൊടുപുഴയിൽ. കേരളത്തിലുടനീളം 2000-ഓളം മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങണമെന്നും ഇതിനായി 2000 മാനേജർമാരെ ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് ജന ആരോഗ്യ എന്ന പേരിൽ ഏജൻസി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്നു. CPM കേരളത്തിൽ ആകമാനം നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJP മഹിളാ മോർച്ച ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മാതൃധർണ നടത്തി. നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്തിലെ അംഗത്തെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തതായി ആരോപണം. നെടുങ്കണ്ടം മൈനർ സിറ്റി ഓടത്തിനാൽ ഷിയാസ് ഫരീദാണ് വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത്. മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർ കോളേജിയറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്നു. ശബരി റെയിൽ പാതയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയ്ക്ക് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. തട്ടിപ്പിന്റെ പുതിയ മുഖം തൊടുപുഴയിൽ. കേരളത്തിലുടനീളം 2000-ഓളം മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുമെന്നും ഇതിനായി 2000 മാനേജർമാരെ ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് ജന ആരോഗ്യ എന്ന പേരിൽ ഏജൻസി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്നു. പഞ്ചായത്തുകളിൽ 1 വീതവും മുനിസിപ്പാലിറ്റികളിൽ 2 വീതവും കോർപ്പറേഷനിൽ 13 വീതവും കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷന് 300 രൂപയും തുടർന്നുള്ള ക്ലാസുകൾക്ക് 2200 രൂപയും അടയ്ക്കണം. ഇതിനുശേഷം തുടങ്ങുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ തങ്ങൾ നിയമിച്ചു തരുമെന്നും മാനേജർമാർക്ക് 60,000 രൂപ വരെ ശമ്പളവും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. 100 കണക്കിന് ആളുകളാണ് 300 രൂപ വീതം അടച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും ബാക്കി തുകയും അടച്ചതായി ക്ലാസുകളിൽ പങ്കെടുത്തവർ പറയുന്നു. തൊടുപുഴയിൽ ഈ കടമുറി വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് രാധാകൃഷ്ണൻ എന്ന കൊട്ടാരക്കര സ്വദേശിയാണ്. മുനിസിപ്പൽ ലൈസൻസ് ആകട്ടെ ഇംഗ്ലീഷ് ആയുർവേദ മരുന്നുകൾ ഹോൾസെയിലായി സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും എന്ന ആവശ്യം കാണിച്ചാണ്. പോലീസ് സംഭവ സ്ഥലത്തെത്തി സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ രേഖയുമായി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തണമെന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ ജൂബിൻ ആന്റണി ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ ജോലി ചെയ്യുന്ന 2 യുവതികൾക്കും നാളിതുവരെയായി 1 രൂപ പോലും ശമ്പളം ലഭിച്ചിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് BJP മുനിസിപ്പൽ പ്രസിഡന്റ് സിജിമോൻ, കൗൺസിലർ R. അജി എന്നിവർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കോടാനുകോടി രൂപയുടെ ഒരു വൻ തട്ടിപ്പ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് തൊടുപുഴ നിവാസികൾക്ക് അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് ഞങ്ങൾക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സ്വതന്ത്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തൊടുപുഴ ഉപാസനയിൽ ജൈവ കൃഷിയുടെ പ്രസക്തി ഇന്ന് എന്ന വിഷയത്തിൽ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ VJ ജോർജ് പ്രഭാഷണം നടത്തി. ജോൺ മുഴുത്തേറ്റ് സ്വാഗതം പറഞ്ഞു. സുകുമാർ അരിക്കുഴ നന്ദി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ വളരെ പ്രിമിറ്റീവായിട്ടുള്ള സ്റ്റേജിലേക്ക് നിൽക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ആഹാര സാധനങ്ങൾ വിഷമുള്ളതാണോ അത് അപകടമുള്ളതാണോ എന്ന് അറിയാനുള്ള ഒരു സംവിധാനം നിലവിൽ നമുക്കില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആലോചിക്കാം. വാഴകൃഷി പറഞ്ഞുകൊണ്ടായിരിക്കാം ഞാൻ അല്പം കൂടെ പറയാൻ ആഗ്രഹിക്കും. നമ്മളിവിടെ ധാരാളം ആളുകൾ വാഴ കൃഷി ചെയ്യുന്ന ആളുകളാണ്. വാഴ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വാഴ കൃഷി ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഞാനും വാഴ കൃഷി ചെയ്യുന്ന ആളാണ്. വാഴയ്ക്കൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ്. അത് പച്ചക്കറിയാണോ ഉപയോഗിക്കുക, അതുപോലെ പഴത്തിന് വേണേൽ നമുക്ക് ഉപയോഗിക്കുക. അത് നല്ല രീതിയിൽ നമുക്കത് ന്യായമായ രീതിയിൽ അത് വളർന്ന് കിട്ടിച്ചു. വാഴയൊക്കെ പ്രത്യേകിച്ച് ഏത്തവാഴ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ള ആൾക്ക് ശ്രദ്ധിക്കാം. വാഴ വിത്തിൻ്റെ പ്രായം എത്രയായിരിക്കണം? വാഴ കൃഷിൻ്റെ ആളുകൾ കൂടെ ഉണ്ടല്ലോ, നമ്മൾ ആരും എത്രയായിരിക്കണ്ട, നമ്മളും കൂടെ എന്നെ സഹായിക്കും. വാഴ കൃഷിൻ്റെ ആളുകളാണെങ്കിൽ വാഴ വിത്തിന് എന്തുമാത്രം മൂപ്പുള്ളതാണ് നമ്മൾ നടന്നത്, തിരിച്ച് നടന്നത് പറയാമോ? ജോസഫിന് പറയാമോ? ഇല്ല. 3 മാസമേ അതിന് മൂപ്പ് വാങ്ങാൻ പാടുള്ളൂ. ഇതാണ് അതിൻ്റെ നോംസ്. ഒരു വാഴ മനസ്സിലായി ഞാൻ വിശദീകരിക്കാൻ വേണ്ടി, ഒരു വാഴ തടത്തിൽ നിന്നും അതിൻ്റെ വിത്ത് മുളച്ച് വന്നിട്ട് അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 3 മാസമേ കൂടുതലാകാൻ പാടില്ല. ഇവിടെ നാട്ടിൽ വരുന്ന വാഴ എത്ര നാളുള്ളത് എങ്ങനെയായിരുന്നു? അത് ചെത്തി കുത്തിക്കൊണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ അതിന് 4 മാസം 5 മാസം തൊട്ട് 6 മാസമൊക്കെ ആയ വാഴത്താണ് നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ എത്ര നാളുകൊണ്ട് ഇത് കളിക്കും? 4-5 ഇല വന്നു കഴിഞ്ഞിട്ട് കൊല വന്നു കഴിഞ്ഞു. അപ്പാടെ എത്ര കൊലയുണ്ടാകും.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. ജനുവരി 24-ാം തീയതി ചൊവ്വാഴ്ച നാളെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. വർദ്ധിപ്പിച്ച ബസ് ടാക്സ്, റോഡ് ടാക്സ് കുറയ്ക്കുക, അന്യായമായ ഡീസലിൻ്റെ വിലവർദ്ധനയിൽ നിന്നും സെയിൽ ടാക്സ് 24% കുറയ്ക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷനിൽ പുനഃപരിശോധിക്കുക, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ ചൊവ്വാഴ്ച ഒരു ദിവസത്തേക്ക് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. സൂചനാ പണിമുടക്ക്. നാളത്തെ പണിമുടക്കിൽ കേരളത്തിലുള്ള എല്ലാ ബസ് അസോസിയേഷനുകളും പങ്കെടുക്കുന്നതാണ്. ദേശീയ ദുരന്ത നിവാരണ ദിനത്തോടനുബന്ധിച്ച് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ഇവോക്കേഷൻ ഡ്രിൽ കുട്ടികളിൽ ആശ്ചര്യവും കൌതുകവും ഉണർത്തി. വിവിധ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട രീതി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. കെട്ടിടങ്ങളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തി സ്ട്രക്ചറിൽ കയറ്റുന്നതും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം അവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിക്കുന്നതും എങ്ങനെയാണെന്ന് കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കൊടുത്തത്. പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാൽ എങ്ങനെ തീയണക്കണമെന്നും ഇതിനുള്ള ഉപകരണങ്ങൾ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. കൂടാതെ തീപിടുത്തമുണ്ടായാൽ വെള്ളം പമ്പ് ചെയ്യുന്ന രീതിയും വിവിധ തരത്തിലുള്ള പമ്പുകളുടെ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുത്തു. മരങ്ങളിൽ കുടുങ്ങിപ്പോയ ആളെ എങ്ങനെ നിലത്തിറക്കണമെന്നും ബോധരഹിതരായ ആളുകളെ കെട്ടിടത്തിന് മുകളിൽ നിന്നും നിലത്തിറക്കുന്ന രീതിയുമെല്ലാം ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുത്തു. ബോധരഹിതരായ ആളെ എങ്ങനെ എടുത്തുകൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റുമെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഇത് തങ്ങൾക്ക് പുതിയ അറിവും ആവേശവുമായെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അഭിപ്രായപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി. കാരണം എങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് ഒരു അസംബ്ലി നിൽക്കണമെന്നും പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ ഞങ്ങൾക്ക് വളരെയധികം വ്യക്തമായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും അവർ മറന്നില്ല. ഒരു ധൈര്യം ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഡിപ്പാർട്ട്മെന്റിനോടും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. മാറിക സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള മാറിക സെന്റ് മേരീസ് ചാപ്പയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വിത്തുകളെ പ്രതിയും പരിശുദ്ധ സുനോറോ സ്ഥാപനത്തിന്റെ ഓർമ്മയും സംയുക്തമായി ഇടവക മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മോർ യുവാനിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ബുധൻ, വ്യാഴം ദിവസങ്ങൾ നടത്തപ്പെടുമെന്ന് വികാരി ഫാദർ ബോബി ജോൺ തറയാനിക്കൽ അറിയിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർ കോളേജിയറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്നു. 35 കിലോഗ്രാം ഭാരത്തിൽ തുടങ്ങിയ മത്സരങ്ങളിൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. Next prepare. Sorry. Sorry. CPM കേരളത്തിൽ ആകമാനം നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJP മഹിളാ മോർച്ച ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മാതൃധർണ നടത്തി. BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിനു ജെ കൈമൾ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രേണുക രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു സാനു, കമലമ്മ ജില്ലാ ജനറൽ സെക്രട്ടറി KS അജി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാകുമാരി, ഉപാധ്യക്ഷൻ PR വിനോദ്, മണ്ഡലം പ്രസിഡന്റ് TS രാജൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പത്മഭൂഷൺ, KM സിജു, പ്രസാദ് വണ്ണപ്പുറം എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഒരൊറ്റ ധനകാര്യമന്ത്രി പോലും അതിനെ എതിർത്ത് സംസാരിക്കാത്തപ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി മാത്രമാണ് സുഹൃത്തുക്കളെ ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയുടെ പരമാധികാരം കൈയാളുന്ന അല്ലെങ്കിൽ ആ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്ന കേന്ദ്ര സർക്കാർ
ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ആ ഭാരത സർക്കാരിന് എതിരായി അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ സാമ്പത്തിക മേഖലയിൽ ഈ സംസ്ഥാനത്തെ ഉയർത്തിയെടുക്കേണ്ടതിന് പകരം അതിനെ പിന്നോട്ടടിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം യൂണിയനുള്ള പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിംഗ് മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ധനകാര്യമന്ത്രി ഇന്ന് കേരളത്തില് ഭരിക്കുന്നു. നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്തിലെ അംഗത്തെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തതായി ആരോപണം. നെടുങ്കണ്ടം മൈനർ സിറ്റി ഓടത്തിനാൽ ഷിയാസ് ഫരീദാണ് വാർത്താസമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത്. ജമാഅത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികൾ ചടിച്ചുകൂടുന്ന സദസ്സിൽ വെച്ചിട്ട് ജമാഅത്തിന്റെ പ്രസിഡന്റ് തന്നെ 3 മാസം ജമാഅത്തിൽ നിന്ന് നിസ്സഹകരണം പ്രഖ്യാപിച്ച് സസ്പെൻഡ് ചെയ്യുന്നതായി അറിയിച്ചു. ഇത് ജമാഅത്തിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യേണ്ടതിന്റെ കൃത്യമായ നിയമവശങ്ങൾ ജമാഅത്തിന്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള ഒരു കള്ളുകുടിയനോ വ്യഭിചാരം നടത്തുന്നയാളോ ചൂതാട്ടം നടത്തുന്നയാളോ അങ്ങനെയുള്ളവരെ ഉപദേശിച്ചിട്ടും താക്കീത് നൽകിയിട്ടും അവർക്ക് മേലെ പിഴ ചുമത്തിയിട്ടും അതിനുശേഷവും അവർ ഇത് നടപടി തുടരുകയാണെങ്കിൽ മാത്രമാണ് ജമാഅത്തിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിരുപദ്രവപരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കമ്മിറ്റി വിളിച്ചു വരുത്തുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. പള്ളി കമ്മിറ്റിക്ക് വിശദീകരണം നൽകുകയും ഇതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല എന്നും തമാശ രൂപേണ ഉള്ളതാണ് എന്നും വ്യക്തമാക്കി. എന്നാൽ ജനുവരി 6 തീയതി വെള്ളിയാഴ്ച നമസ്കാരത്തിന് പള്ളിയിലെത്തിയ നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ 3 മാസത്തേക്ക് നിസ്സഹകരണം പ്രഖ്യാപിച്ച് സസ്പെൻഡ് ചെയ്തതായി പ്രസിഡന്റ് അറിയിക്കുകയായിരുന്നു. രേഖാമൂലം പുറത്താക്കിയതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് കമ്മിറ്റിക്ക് പോസ്റ്റൽ വഴി കത്തയക്കുകയും എന്നാൽ കമ്മിറ്റി തന്റെ ലെറ്റർ കൈപ്പറ്റിയില്ല. ഇതിനെതിരെ വഖഫ് ബോർഡിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും ഷിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രേഖാമൂലം അതിന്റെ വിശദീകരണം തരണമെന്ന് ആവശ്യപ്പെട്ട് ജമാഅത്ത് കമ്മിറ്റിക്ക് അയച്ചിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കത്താണ് ഇത്. അവർ കൈപ്പറ്റാതെ ഇത് 12 ദിവസങ്ങൾക്ക് ശേഷം ഇത് തിരിച്ചു മടങ്ങി. ഇതിന്റെ അക്നോളജ്മെന്റ് കാർഡ് സൈതാണ്. തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട യാതൊരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്നും ജമാഅത്ത് നിയമാവലിക്ക് വിരുദ്ധമായി തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും സമൂഹത്തിൽ തനിക്കുണ്ടായ മാനക്കേടിന് പകരമായി പള്ളി പരസ്യമായി അറിയിച്ച് തന്നെ തിരിച്ചെടുക്കണമെന്നും ഷിയാസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാരിക്കോട് അണ്ണാമല നാഥൻ മഹാദേവ ക്ഷേത്രത്തിൽ ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ ശ്രീകൃഷ്ണ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണ പാരായണീയം നടക്കും. 26 തീയതി രാവിലെ 9 മണിക്ക് ശനീശ്വര പൂജയും പരിഹാരങ്ങളും നടത്തപ്പെടും. തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ഇടവെട്ടിയുടെ ആഭിമുഖ്യത്തിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജനുവരി 26 വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണി വരെ ഇടവെട്ടി മാതാ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. ശബരി റെയിൽപാതയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയ്ക്ക് നിവേദനം നൽകി. നിവേദനത്തിൽ മധ്യകേരളത്തിലെ ജനങ്ങൾക്കും അന്തർ സംസ്ഥാന അയ്യപ്പ ഭക്തന്മാർക്കും ഈ പാത കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ മന്ത്രിയെ ബോധ്യപ്പെടുത്തി. നിവേദക സംഘത്തിൽ സംരക്ഷണ സമിതി ചെയർമാൻ OS അബ്ദുൾ സമദ്, S പത്മഭൂഷൺ, TM ജബ്ബാർ, PP സാനു, മനോജ് രവീന്ദ്രൻ നായർ എന്നിവരുണ്ടായിരുന്നു. ശബരി റെയിൽവേ സംരക്ഷണ സമിതിയും ഇവിടുത്തെ ജനങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും എല്ലാം കൂടെ ഒത്തുപിടിച്ചതിന്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അതിനൊരു എഗ്രിമെന്റ് വയ്ക്കുകയും അതിനൊരു കമ്പനി രൂപീകരിക്കുകയും ചെയ്തു. അതിന് സംസ്ഥാന ഗവൺമെന്റ് ഈ തവണ ബഡ്ജറ്റിൽ 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റും രൂപ അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ 10 റെയിൽവേ ലൈനുകളെ സംബന്ധിച്ച് പഠിക്കാനും അതിൽ ഒന്നാമതായി ശബരിപാത നടപ്പിലാക്കണം എന്നും പറഞ്ഞ ഘട്ടത്തിലാണ് നമ്മുടെ ശ്രീധരനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞത് ശബരിപാത നടപ്പാക്കേണ്ടതില്ല, അതിന് ലാഭകരമായ ഒരു പാതയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. രാത്രി 8 മണി കഴിഞ്ഞാൽ പൊതുവാഹനങ്ങളില്ലാത്തത് കൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വിലക്കയറ്റത്തിന് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ അരിവില 38 രൂപയാണെങ്കിൽ അത് ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ 42 രൂപ വിലയാവുന്നു. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ, മറ്റ് സാധനങ്ങളുടെ എല്ലാം വില കയറ്റത്തിന് തന്നെ കാരണം പാതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശബരിപാത അടിയന്തരമായി ശബരിപാത നടപ്പിലാക്കണം. ജനപക്ഷത്ത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിലകൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഗവൺമെന്റ് നേരിടേണ്ടി വരും. തൊടുപുഴ ഗവൺമെന്റ് VHSS സ്കൂളിൽ 106ാം വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണവും 24-ന് നടക്കും.
രാവിലെ 10-ന് PTA പ്രസിഡന്റ് ജെയിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ PJ ജോസഫ് MLA വാർഷികം ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥിയും അലിഗഡ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ PK അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, വാർഡ് കൌൺസിലർ ബിൻസി അലി, പൂർവ്വ വിദ്യാർത്ഥിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മാരിയിൽ കൃഷ്ണൻ നായർ, പൂർവ്വ വിദ്യാർത്ഥി VS സെയ്ദ് മുഹമ്മദ്, പ്രിൻസിപ്പാൾ ഷാജു തോമസ്, ഹെഡ്മാസ്റ്റർ ഷാജി റാം, സ്കൂൾ ലീഡർ അമൽ ഭാസ്കർ, ഡോക്ടർ വിപുൽ പുരളി, എൽദോ PV എന്നിവർ ആശംസകൾ അർപ്പിക്കും. ഉച്ചയ്ക്ക് 2-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണവും നടക്കും. VS സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. മൂലമറ്റം IHEPG UP സ്കൂളിൽ വെച്ച് ഏകദിന സയൻസ് പരീക്ഷണ പ്രദർശനം നടന്നു. വാർഡ് മെമ്പർ ടോമി വാളിക്കുളം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. SMC ചെയർപേഴ്സൺ കുമാരി ഷിജോ, വൈസ് ചെയർമാൻ ദിലീപ് കുമാർ, ഹെഡ് മിസ്ട്രസ് അന്നമ്മ ടീച്ചർ, അഡ്വക്കേറ്റ് എബനേസർ, ശോഭന ടീച്ചർ എന്നിവർ സംസാരിച്ചു. പുസ്തകത്തിൽ പഠിക്കുന്നതുകൊണ്ട് മാത്രം കുട്ടികൾ പ്രായോഗികമായിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ച് അല്ലെങ്കിൽ ഓരോ പ്രദർശനങ്ങളിലൂടെ അല്ലെങ്കിൽ കാണിച്ചു കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ഒരു മനഃപ്പാഠം അല്ലെങ്കിൽ അത് നമുക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി നമുക്ക് ലാഗിൽ ലഭിക്കാൻ സാധിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും ITK സ്കൂളിലെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലും മാതാപിതാക്കന്മാരുടെ നേതൃത്വത്തിലും വിദ്യയുടെ നേതൃത്വം നടത്തുന്ന ഈ ശാസ്ത്ര പ്രദർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കുട്ടികൾക്ക് ഭാവിയിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹലോ 1 മുതൽ 9 വരെയുള്ള കുട്ടികൾ നിത്യജീവിതവും പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട 50ഓളം പരീക്ഷണങ്ങളിൽ പങ്കാളികളായി. രക്ഷകർത്താക്കളും നാട്ടുകാരും പ്രദർശനം കാണാൻ എത്തിയിരുന്നു. വിവാഹനാളിൽ വ്യത്യസ്തത പുലർത്താൻ മത്സരിക്കുകയാണ് പുതുതലമുറയിൽപ്പെട്ടവർ. പടിഞ്ഞാറേക്കോടുകുളം തൃക്കയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന വിവാഹം വ്യത്യസ്തത കൊണ്ട് ആളുകളിൽ കൗതുകമുണർത്തി. വിവാഹത്തിന് വരനും വധുവും എത്തിയത് കാളവണ്ടിയിലാണ്. കാരിക്കോട് ഈന്തിങ്കൽ മുരളീധരന്റെയും പൊന്നമ്മയുടെയും മകൻ അഖിലേഷും പടിഞ്ഞാറേക്കോടുകുളം വാഴച്ചാലിൽ ബാബുവിന്റെയും കുമാരിയുടെയും മകൾ ഐശ്വര്യയും തമ്മിലുള്ള വിവാഹമാണ് വ്യത്യസ്തത പുലർത്തിയത്. കോടിക്കുളം സ്വദേശി തണ്ടയിൽ രാമന്റേതാണ് കാളവണ്ടി. ചരമവാർത്തകൾ. തൊടുപുഴ കൊടുവേലി കാട്ടാംകോട്ടിൽ പരേതനായ ജോസഫിന്റെ ഭാര്യ ഏലിക്കുട്ടി 92 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് കൊടുവേലി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. നെയ്യശ്ശേരി കാക്കനാട്ട് കുടുംബാംഗമാണ്. മക്കൾ ചിന്നമ്മ, മാത്യു, മേരി, റോസ്ലി, ലൂസി, ഷാജു. മരുമക്കൾ പരേതനായ PP ദേവസ്യ പടിഞ്ഞാറേക്കൂറ്റ്, LC ആടുകുഴിയിൽ കലൂർ, ജോർജ് കാട്ടുകുടിയിൽ കടവൂർ, മാത്യു കിളിവള്ളിക്കൽ നാഗപ്പുഴ, ജസി മാങ്കുടിയിൽ ഇളന്തേശം. മുള്ളരിങ്ങാട് നരിക്കുഴിയിൽ ശശി നാരായണൻ 65 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 11 മണിക്ക് വീട്ടുവളപ്പിൽ. ഭാര്യ ഓമന, മക്കൾ മിനി, ജയൻ, രാജേഷ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2770 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 150 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 143 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടിപ്പിന്റെ പുതിയ മുഖം തൊടുപുഴയിൽ. കേരളത്തിലുടനീളം 2000ഓളം മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങണമെന്നും ഇതിനായി 2000 മാനേജർമാരെ ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് ജന ആരോഗ്യ എന്ന പേരിൽ ഏജൻസി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്നു. CPM കേരളത്തിലാകമാനം നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ BJP മഹിളാ മോർച്ച ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മാതൃധർണ നടത്തി.
നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്തിലെ അംഗത്തെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തതായി ആരോപണം. നെടുങ്കണ്ടം മൈനർ സിറ്റി ഓടത്തിനാൽ ഷിയാസ് ഫരീദാണ് വാർത്താ സമ്മേളനത്തിൽ പരാതി ഉന്നയിച്ചത്. മഹാത്മാഗാന്ധി സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്നു. ശബരി റെയിൽ പാതയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെയ്ക്ക് നിവേദനം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.